വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥുല മിസ്സാണ്. അങ്ങനെ നമ്മൾ റിവിഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. 5 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ മെറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് വീണ്ടും മിസ് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻസ് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ. ഇനി റിവിഷൻ ആരെങ്കിലും ചെയ്യാണ്ട് കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അടി കിട്ടും. മര്യാദയ്ക്ക് റിവൈസ് ചെയ്യണം. എന്നിട്ടോ കൃത്യം 7:30 ഇന്ന് വീണ്ടും നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് വരണം. ഓക്കെ, സോ വൈകിട്ട് 7:30 വരെ നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലെ. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നൈട്രജന്റെ മോളിക്കുലാർ ഫോർമുല തന്മാത്ര വാക്യം N2 ആണെങ്കിൽ ഓസോൺ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ ഏത് മോളിക്യൂളാ? എങ്ങനെയുള്ള മോളിക്യൂളാ? ഒരു ട്രയറ്റോമിക് മോളിക്യൂളാണ് അല്ലെ. ട്രയറ്റോമിക് തന്മാത്രയാണ് നമ്മുടെ ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഓസോൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ് അല്ലേ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ എങ്ങനെയാ? ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഡയറ്റോമിക് മോളിക്യൂൾ, ഒരു ദ്വയറ്റോമിക് തന്മാത്രയാണ്. അപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാ? ഓക്സിജൻ ആണെങ്കിൽ O2 എന്ന് എഴുതും. ക്ലോറിൻ ആണെങ്കിലോ? ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവരൊക്കെ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് കേട്ടോ. ക്ലോറിൻ ആണെങ്കിൽ നമ്മൾ Cl2 എന്ന് എഴുതും. ഹൈഡ്രജൻ ആണെങ്കിൽ H2 എന്ന് എഴുതും. കാർബൺ എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ഏകറ്റോമിക തന്മാത്രയാണ്. C എന്ന സിമ്പൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. CaCO3 കാക്കോ3 ഇതാരാ? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ. കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഒഴിക്കുന്നു. അപ്പം നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കാൽഷ്യം ക്ലോറൈഡ് കിട്ടി, വാട്ടർ കിട്ടി, X എന്ന് പറയുന്ന ഒരാളെയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഗ്യാസ് എക്സ് ഏത് വാതകമാണ് എന്ന് കണ്ടെത്തണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ആരുടെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചതാണ്? കാർബണിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള ഏത് കോമ്പൗണ്ടാണ്? കാർബൺ ഡയോക്സൈഡ് ആണോ കാർബൺ മോണോക്സൈഡ് ആണോ? ആരുടെ പ്രിപ്പറേഷനിലാണ് നമ്മളിത് പഠിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കുന്ന റിയാക്ഷൻ ആണ് അല്ലേ. ഏത് കാർബണേറ്റ് മക്കളെ, കാൽഷ്യം കാർബണേറ്റ് എന്നല്ല, സോഡിയം കാർബണേറ്റ് ആകാം, ഏത് കാർബണേറ്റിലേക്കും നമ്മളൊരു ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഏതൊരു ആസിഡിനെയും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് കേട്ടോ. സോ ഇവിടെ X എന്ന് പറയുന്ന ആള് മറ്റാരുമല്ല, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി റൈറ്റ് എ ടെസ്റ്റ് ടു കൺഫേം ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്യാസ്. ഈ വാതകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന്, ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷണം പറയണം. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കിട്ടുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഒരാളിലൂടെ കടത്തിവിടും. ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരിലൂടെ കടത്തിവിടുക? കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ആരിലൂടെയാ? ആലോചിച്ചോ? എല്ലാവരും ആലോചിച്ചോ? ഓർത്തെടുക്കാൻ പറ്റുമോ? ആരിലൂടെ കടത്തിവിടുക? ത്രൂ ലൈം വാട്ടർ അല്ലേ. നമ്മൾ ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ ഈ വാതകത്തെ കടത്തിവിടുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലൈം വാട്ടർ ടേൺസ് മിൽക്കി അല്ലേ. ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്ന് പറയാം. ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായിട്ട് മാറുന്നു. ഇഫ് ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി വി ക്യാൻ കൺഫേം ദാറ്റ് ദ ഗ്യാസ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി മാറിയാൽ നമുക്ക് ഈ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഗ്യാസിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടിട്ടാണ്. ഇഫ് ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി, ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായിട്ട് മാറിയാൽ നമ്മുടെ കയ്യിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? സോ നെഞ്ചിൽ കൈവച്ച് എന്താ പറയണ്ടേ? ഞാൻ അടിപൊളിയാണ്, ഓക്കെ, ഞാൻ പൊളിയാണ്, എനിക്ക് A+ കിട്ടും എന്ന് ഉറപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
ഇതാ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ഷോസ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പരീക്ഷണശാലയിൽ ക്ലോറിൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അതായത് നമുക്ക് ക്ലോറിൻ നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഉത്തരം പറയണം. പിക്ചറിലൊന്നും ഇല്ല, ബേസിക്കലി ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം വിത്തൗട്ട് ദ ലേബൽ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ്? മക്കളെ, പരീക്ഷണശാലയിൽ ക്ലോറിൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെ വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കുക? രണ്ട് ആൾക്കാർ മതി. ആരാണ് ആദ്യം ഉത്തരം പറയുക? രണ്ട് ആൾക്കാരെ മാത്രമേ നമുക്ക് മതി. ഒന്നാമത്തെ ആളാണ് KMnO4. ആരാ മക്കളെ KMnO4 എന്ന് പറഞ്ഞാൽ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് നമ്മൾ ആരെ ഒഴിച്ചു കൊടുക്കുക? HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ട്രീറ്റ് ചെയ്യുക, ഇവരെ തമ്മിൽ ഹീറ്റ് ചെയ്യുക അല്ലേ. അങ്ങനെ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ രണ്ടാൾക്കാരാണ് വേണ്ടത്, പൊട്ടാസ്യം പെർമാംഗനേറ്റും HClഉം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് 4 പ്രോഡക്റ്റാണ് അവിടെ കിട്ടുക. ഏതൊക്കെ പ്രോഡക്റ്റാണ് കിട്ടുക? 1 KCl കിട്ടും, 2 MnCl2 കിട്ടും, മൂന്നാമതായിട്ട് വാട്ടർ കിട്ടും, പിന്നെ ക്ലോറിൻ ഗ്യാസും കിട്ടും അല്ലേ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി വൈ ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ് ത്രൂ വാട്ടർ? അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ക്ലോറിൻ വാതകത്തെ നമ്മൾ വാട്ടറിലൂടെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജലത്തിലൂടെ കടത്തിവിടുന്നത്? മക്കളെ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ക്ലോറിൻ ഗ്യാസിനോടൊപ്പം അല്പം ട്രേസസ് ഓഫ് HCl അല്ലേ, വളരെ നേരിയ തോതിൽ HClഉം കൂടെ പുറത്തേക്ക് വരും. ടു റിമൂവ് ദിസ് HCl, ഈ HClനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലൂടെ കടത്തിവിടുന്നത്. ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി. സോ ടു റിമൂവ് HCl. ഓക്കെ, HClനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, HCl നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറിലൂടെ കടത്തിവിടുന്നത്. ഇനി ഇങ്ങനെ വാട്ടറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ക്ലോറിൻ ഗ്യാസിൻ്റെ ഒപ്പം കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് അല്ലേ, ജലാംശം അല്ലെങ്കിൽ ഈർപ്പം കൂടെ നിലനിൽക്കാറുണ്ട്. ഈ മോയ്സ്ചർ നമുക്ക് വേണോ? വേണ്ട. അപ്പോൾ ഈ മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഈർപ്പത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ഒരാളിലൂടെ കടത്തിവിടും. ആരിലൂടെ കടത്തിവിടുക? ഈ രണ്ടാമത്തെ ടവറിനുള്ളിൽ ആരെ നമുക്ക് കാണാൻ പറ്റുക? സൾഫ്യൂരിക് ആസിഡിനെ അല്ലേ, H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. സോ ഇവിടെ മോയ്സ്ചർ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈർപ്പത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ശോഷകാരമാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ ഈ ഒരു ടവറിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നത് ഗ്രീനിഷ് യെല്ലോ കളറാണ്. ഡെൻസിറ്റി എങ്ങനെയാ? എയറിനെക്കാളും കൂടുതലാണോ കുറവാണോ? എയറിനെക്കാട്ടിലും മോർ ഡെൻസർ ദാൻ എയർ ആണ്. ഡെൻസിറ്റി കൂടുതലാണ്. ഒരു പഞ്ചൻ സ്മെല്ല് അല്ലെങ്കിൽ രൂക്ഷഗന്ധമുള്ള ആളാണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ കൂടെ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 മാർക്കാണ് ഒറ്റയടിക്ക്. സെറ്റായോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് മിസ് പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മിസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. എ സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ ഈസ് ഓൾസോ റിലീസ്ഡ് എലോങ് വിത്ത് ദ ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ വാതകത്തോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ബാഷ്പം കൂടെ പുറത്തേക്ക് വരുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഡിസോൾവ് ഇൻ വാട്ടർ വെൻ പാസ് ത്രൂ ഇറ്റ്. ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഇത് വെള്ളത്തിൽ ലയിച്ച് ചേരും. അങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം. പിന്നെ സൾഫ്യൂരിക് ആസിഡിനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മോയ്സ്ചറിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ റിക്വയർസ് മോയ്സ്ചർ, ഗീവ് റീസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ്ങിന് ഈർപ്പം ആവശ്യമാണ്. എന്തുകൊണ്ട്? മക്കളെ, നമുക്കറിയാം നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന ആള് വെറ്റ് ഒബ്ജക്ട്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെ, നനഞ്ഞ വസ്തുക്കളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമാണ് ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുക. എന്തുകൊണ്ടാ? എങ്ങനെയാ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുക എന്ന് ഓർമ്മയുണ്ടോ? ആദ്യം തന്നെ നമ്മുടെ ക്ലോറിൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HOCl അല്ലെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറും അല്ലെ. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി അൺസ്റ്റേബിൾ, തീരെ സ്ഥിരതയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് വേഗം തന്നെ ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കും. എന്നിട്ട്
HCl അതേപോലെ നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറും. നേസന്റ് ഓക്സിജൻ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതുക, അല്ലെങ്കിൽ നവജാത ഓക്സിജൻ എന്ന് പറയാം. ഈ നേസന്റ് ഓക്സിജൻ ആണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഗാരിയായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവനാണ് ഡ്രസ്സിന്റെ കളർ റിമൂവ് ചെയ്യുക. അതാണ് ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ വെള്ളമില്ലെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടായാലല്ലേ നേസന്റ് ഓക്സിജൻ ഉണ്ടാവുള്ളൂ. സോ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഓക്സിഡൈസിങ് ആക്ഷൻ നടക്കുകയുള്ളൂ. ബിക്കോസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ദ നേസന്റ് ഓക്സിജൻ ഇസ് റിലീസ്ഡ്. അല്ലേ, വാട്ടറിന്റെ പ്രസൻസ്, ജലത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവിടെ നവജാത ഓക്സിജനെ പുറത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവണ്ടേ, അതിന് വെള്ളം വേണ്ടേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ അത് ഓർത്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൗ വിൽ യു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ ഇൻ ദ ലബോറട്ടറി? പരീക്ഷണശാലയിൽ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏതാ? രണ്ട് ആൾക്കാരെ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പുറത്തെ പേജിലേക്ക് ഞാൻ എഴുതാം. ആരൊക്കെയാണ് മക്കളെ? ഒന്ന്, ഡ്രൈ സ്ലേക്കഡ് ലൈം, അല്ലേ? ഡ്രൈ സ്ലേക്കഡ് ലൈമിലേക്ക് ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ കടത്തിവിടുന്നു. ഈർപ്പരഹിതമായിട്ടുള്ള സ്ലേക്കഡ് ലൈമിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകത്തെ കടത്തിവിടുന്നു. ഇക്വേഷൻ എഴുതാം. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, CaOH ആണ്. ഇതിലൂടെ നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നു. ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോർമുല എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CaOCl2 ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് വാട്ടറും കാൽഷ്യം ക്ലോറൈഡും റിലീസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ആരെയാ? ഈ CaOCl2 എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡറിനെയാണ്. സോ ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടും. ഈർപ്പരഹിതമായിട്ട് തന്നെ വേണം ഈ റിയാക്ഷൻ നടത്താൻ, എന്നാലേ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുകയുള്ളൂ. സോ ഏകദേശം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉത്തരം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ടെൻഷൻ അടിക്കേണ്ട. ഒന്നും കൂടെ പോയിട്ട് ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോസ് ആ ഒരു പോർഷൻ എടുത്ത് കണ്ടാൽ മതി. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുട്ടി ഷോർട്ട് നോട്ട്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ എല്ലാവരും നെഞ്ചിൽ കൈവച്ചിട്ട് എന്താ പറയണ്ടേ? ഞാൻ അടിപൊളിയാണ്, ഞാൻ ടോപ്പാണല്ലേ, ഞാൻ സൂപ്പറാണ്, ഞാൻ പൊളിയാണ് എന്ന് പറയുക. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ചോദ്യമുണ്ട്. വാട്ട് ആർ ദി കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പയറിംഗ് ഹൈഡ്രജൻ ഇൻ ദ ലബോറട്ടറി? പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.